ലോകത്തെ ഏറ്റവും വലിയ കാസിൽ കാണാൻ ഇറങ്ങി തിരിച്ചതാണ്. ഈ കാണുന്നതാണ് പൗഡർ ടവർ. പണ്ട് ഗൺപൗഡറൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പഴയ കെട്ടിടമാണ്. കാണാൻ പോണ കാസിലായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്നൊന്നും അറിയില്ല. ഇത് സിറ്റീൻ്റെ വേറൊരു ഭാഗത്താണ്. അങ്ങനെ കാസിലേക്കുള്ള നടത്തത്തിനിടയിൽ ആദ്യം തന്നെ ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ ഓൾഡ് ടൗൺ സ്ക്വയറിലാണ്. ഓൾഡ് ടൗണിലെ മെയിൻ 600 വർഷം പഴക്കമുള്ള ഈ അസ്ട്രോണമിക്കൽ ക്ലോക്കാണ്. അതിൻ്റെ സൺമൂൺ സോഡിയ ക്ലോക്കുകളുടെ മുകളിൽ 2 വിൻഡോയിൽ ഓരോ മണിക്കൂറിൻ്റെ മണി അടിക്കുമ്പോഴും 12 അപ്പോസ്തലന്മാരുടെ കുട്ടിബൊമ്മകൾ വന്ന് വട്ടം കറങ്ങി ഷോ കാണിച്ചിട്ട് പോകുന്നത് കാണാം. അത് കാണാനായിട്ട് ഇവിടെ ചുറ്റി കറങ്ങാൻ വന്നവരുടെ ഒരു കൂട്ടത്തിന് എപ്പോഴും അതിൻ്റെ താഴെയും കാണാം. അവിടെ നിന്ന് നടന്ന് നമ്മൾ വീണ്ടും ഒരു ടവറിൻ്റെ മുമ്പിലെത്തി. പഴയ പ്രസിദ്ധമായ ചാൾസ് ബ്രിഡ്ജിൻ്റെ എൻട്രൻസ് ആണ്. ആക്ച്വലി നമ്മൾ കാസിൽ കാണാൻ ഇറങ്ങി പുറപ്പെട്ടത് തന്നെയാണ്. ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. പോണ വഴിക്ക് വേറെയും കുറേ കാര്യങ്ങൾ കാണാണ്ടെന്നേ. കാസിലിനടുത്തേക്കുള്ള നടത്തത്തിൽ ഇവിടുത്തെ വെള്ളത്തവതിനെ കുറിച്ച് കടന്നിട്ട് വേണം അവിടെ എത്താൻ. അതിന് പറ്റിയ ഏറ്റവും നല്ല പാത ഈ പാലാണ്. പല ഹോളിവുഡ് സിനിമകളുടെയും ഗതാഗതി തന്നെ മാറ്റിയ പല സംഭവവികാസങ്ങളും നടന്നൊരു പാലം കൂടിയാണിത്. സ്പൈഡർമാൻ വരെ യൂറോപ്പിൽ വന്നപ്പോൾ ഓടിച്ചാടി നടന്ന വഴിയെ കൂടിയാണ് ഞാൻ നടക്കുന്നത്. കാഴ്ചക്കാരെ പോലെ തന്നെ കുറേ കലാകാരന്മാരും ഉണ്ട് പാലത്തിൻ്റെ മുകളിൽ. പിന്നെ കാലത്തെ അതിജീവിച്ച പല കാഴ്ചകളും കലാസൃഷ്ടികളും കാണാം. അപ്പോൾ കപ്പലും കലകളും കണ്ട് പാലവും കടന്ന് മലയും കയറി കാസിലുള്ള കുന്നിൻ്റെ മേലെത്തി ഞാൻ. ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് ഫോർട്ടുകളും പാലസുകളൊക്കെ കാണാൻ കഴിയും. പക്ഷേ ഈ കാസിൽ എന്നുള്ള സംഗതി നമുക്ക് അവിടെ അങ്ങനെ കേൾക്കാനും കാണാനും പറ്റിയിട്ടുണ്ടാവില്ല. ഫോർട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, കോട്ട. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഡിഫെൻസ് ആണ്. ആക്രമണങ്ങളൊക്കെ വരുമ്പോൾ പ്രതിരോധിക്കാനുള്ളൊരു സംവിധാനം, നമ്മുടെ പാലക്കാട് കോട്ടയൊക്കെ പോലെ. അതുപോലെ ഈ പാലസ് എന്ന് പറയുന്നത് രാജ കൊട്ടാരം, മൈസൂർ പാലസ് ഒക്കെ പോലെ. പറയേണ്ട കാര്യമില്ല, എന്നാലും പരാമർശിച്ചേക്കാം. രാജാവിൻ്റെ രാജകീയമായ താമസ സ്ഥലം അഥവാ ഭരണകേന്ദ്രം എന്നൊക്കെയുള്ള നിലയിലാണ് അതുണ്ടാവുക. യുദ്ധത്തിനുള്ള സന്നാഹങ്ങളെക്കാളും ഒരു രാജകീയ വസതിയുടെ ആർഭാടങ്ങളോ ആഘോഷങ്ങളൊക്കെയാണ് അവിടെ കാണാൻ കഴിയുക. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ആൻഷ്യൻ കാസിലായിട്ടുള്ള പ്രാഗ് കാസിലാണ്. കാസിൽ എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ വലിയൊരു ലെവലായി. അവിടെ ഫോർട്ടും പാലസും പള്ളിയും ചിലപ്പോൾ പള്ളിക്കൂടും അങ്ങനെ പല സംഗതികളും ഉണ്ടാവും. എ മാസീവ് സെറ്റപ്പ്. ഈ കണ്ടതാണ് ഗോത്തിക് സ്റ്റൈലുള്ള സെൻറ്റ് വൈറ്റസ് കത്തീഡ്രൽ. ഈ ചുവന്ന ബിൽഡിംഗ് റോമനസ് ഡിസൈനിലുള്ള സെൻറ്റ് ജോർജ് ബസിലിക്ക. പിന്നെ അവിടെ ഓൾഡ് റോയൽ പാലസ്, ന്യൂ റോയൽ പാലസ്, ഗോൾഡൻ ലൈന്, ചുറ്റും വലിയ കൊത്തളങ്ങൾ, കോർട്ട്യാർഡ്സ്, ചെറുതും വലുതുമായിട്ടുള്ള ഗാർഡൻസ്. എന്തിനേറെ ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റിൻ്റെ പെര വരെ ഇതിൻ്റെ അകത്താണ്. പ്രസിഡൻഷ്യൽ ഓഫീസുകളും സ്റ്റേറ്റ് റൂംസും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ഇതിനകത്ത് ന്യൂ റോയൽ പാലസ്. ഇതിനെ വെറും ഒരു വലിയ കാസിൽ എന്ന് പോലും പറയാൻ പറ്റില്ല, കാരണം അത് വലിയൊരു കാസിൽ കോംപ്ലക്സ് ആണ്. സിറ്റിയിൽ നിന്ന് വേറൊരു വലിയ റോയൽ സിറ്റിയിൽ എത്തിയ പ്രതീതിയാണ് ഇതിൻ്റെ അകത്ത്. ഇന്ത്യയിൽ നമുക്ക് ഇതുപോലത്തെ ഇത്രയും വലിയൊരു കാസിൽ സെറ്റപ്പ് അങ്ങനെ കാണാൻ കിട്ടില്ല. ഇനിയിപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിന് വേണമെങ്കിൽ ചെറുതായിട്ടെങ്കിലും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രാജസ്ഥാനിലെ മെഹ്റാൻഗർ ഫോർട്ടും പിന്നൊന്ന് മധ്യപ്രദേശിലെ ഗ്വാളിയർ ഫോർട്ടുമാണ്.